I welcome you all to the second level of CBT orientation. CBT orientation ഒരു ഫ്രീ ഓറിയന്റേഷൻ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടാമത്തെ ഫ്രീ ഓറിയന്റേഷൻ ആണ്. നിങ്ങളും കൂടി ജോയിൻ ചെയ്തതിന് ശേഷം ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സെഷനിലേക്ക് കടക്കാം. എല്ലാവരും ഒന്ന് മീറ്റ് ചെയ്യാൻ ഞാൻ വളരെ വിനയത്തോടു കൂടി റിക്വസ്റ്റ് ചെയ്യുകയാണ്. റെഡി? അപ്പം എല്ലാവരും വീഡിയോ ഓൺ ആക്കാം. തൊട്ടടുത്ത് പെന്നും ബുക്കും കളർ പെൻസിൽസ് ഉണ്ടെങ്കിൽ അതും എടുത്തു വെച്ചാൽ ഏറ്റവും നല്ലത്. ഏതായാലും നമ്മളൊരു സെഷൻ ഇരിക്കുന്നുണ്ട്. ഈ സെഷൻ വളരെ ഉപയോഗപ്പെടുന്ന ഒരു സെഷനാക്കി മാറ്റട്ടെ. അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം. റെഡി? എല്ലാവരും ഐഫോൺ, സാംസങ് എന്നുള്ള പേരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചേഞ്ച് ദാറ്റ് ഇൻ ടു യുവർ നെയിം. നിങ്ങളുടെ സ്വന്തം പേരിലേക്ക് പേര് മാറ്റുക. താങ്ക് യു സോ മച്ച്. നമ്മൾ സെഷനിലേക്ക് കടക്കുകയാണ്. ഓക്കെ, വിത്ത് ഹോൾ ഹാർട്ടഡ്നെസ് നമ്മുടെ സൃഷ്ടാവിനെയും എന്നെ പഠിപ്പിച്ച ഒരുപാട് മെന്റേഴ്സ് ഉണ്ട്. ഒരുപാട് മെന്റേഴ്സിന്റെ കീഴിലെത്തി പഠിച്ച് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്നും ഡെയിലി ഇപ്പൊ നാട്ടിലെത്തിയിട്ട് പോലും 1-2 മണിക്കൂർ സൈക്കോളജി പഠനത്തിനായിട്ട് ചെലവഴിക്കുന്ന ഒരാളാണ്. ഐ ലവ് ലേണിംഗ്. അതുകൊണ്ട് തന്നെ പുതിയത് നാഷണൽ ഇന്റർനാഷണൽ കോഴ്സസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അതുകൊണ്ട് തന്നെ ഒരു ക്ലയന്റിനെ മുന്നിൽ കാണാൻ ശ്രമിക്കുന്നത്. ഞാൻ എന്തുകൊണ്ട് പഠിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുള്ള ഫീൽഡ് അങ്ങനത്തെയാണ്. നമ്മൾ സൈക്കോളജിസ്റ്റ് ആണ്. നമ്മൾ സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹ്യൂമൻ മൈൻഡുമായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഹ്യൂമൻ മൈൻഡുമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് വേണം? നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഹ്യൂമൻ മൈൻഡിനെ റീഡ് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. സോ വി ഹാവ് ടു ബി വെരി 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 കെയർഫുൾ അബൌട്ട് ആർ റീഡിങ് ഹ്യൂമൻ മൈൻഡ്. അപ്പൊ ഓരോരുത്തരും ഇപ്പൊ ഇന്ന് വന്നൊരു കേസ് എന്ന് വെച്ചാൽ വലിയ കേസാണ്. വലിയ കേസ് എന്ന് വെച്ചാൽ ഞാനിപ്പോ ഞെട്ടുകയാണ്. നമ്മുടെ ഡിസ്ട്രിക്റ്റിലൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോ ദൈവമേ, ഇങ്ങനെ ഓരോ കാര്യങ്ങളും കൈവിട്ടു പോകുന്നുണ്ടോ ദൈവമേ എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മളൊക്കെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് ഒരു ടെക്നിക് ഒന്നും പഠിച്ചാൽ മതിയാവില്ല. നമുക്ക് ഒരുപാട് ടെക്നിക്സ് പഠിക്കണം. മുന്നിലിരിക്കുന്ന ക്ലയന്റ് നുണയാണോ പറയുന്നത്, സത്യമാണോ പറയുന്നത്, അവർ പറയുന്നതിന്റെ ഇന്റൻഷൻ എന്താണ്, അവർ പറയുന്നതിന്റെ ഗ്രാവിറ്റി എന്താണ്, അവർ അനുഭവിച്ച വേദനയുടെ ഇന്റൻസിറ്റി എന്താണ്, ഇതൊക്കെ നമുക്ക് ഇരുത്തത്തിൽ അളക്കാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് മുന്നിലുള്ള ക്ലയന്റിനെ ശരിക്കും മനസ്സിലാക്കാനും അവരെ കൃത്യമായിട്ട് ഹെൽപ്പ് ചെയ്യാനും സാധിക്കുള്ളൂ. കാരണം എന്തെന്നാലും ഒരു കൗൺസിലിംഗ് ഹെൽപ്പ് എടുക്കുക എന്ന് പറഞ്ഞാല് അത്ര ഉള്ള കാര്യമില്ല. അവർ ഹെൽപ്പ് എടുക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് അത്രയും അത് ആവശ്യമുള്ളത് കൊണ്ടാണ്. ഫിദ മ്യൂട്ട് ചെയ്യണം മോളെ, മ്യൂട്ട് ചെയ്തോളൂ. ഫിദ മ്യൂട്ട് ചെയ്തോളൂ. ഐ എം നോട്ട് ഏബിൾ ടു മ്യൂട്ട് യു. സോ നമ്മൾ അതിന്റെ ഗൗരവം പരിപൂർണമായിട്ട് ഉൾക്കൊണ്ടിട്ടായിരിക്കണം നിങ്ങൾ ഇവിടെ ഓരോരുത്തരും ഇരിക്കേണ്ടത്. കാരണം CBT, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്നത് ഒരു മാജിക്കൽ ടൂളാണ്. ഞാൻ സൈക്കോതെറാപ്പിസ്റ്റ് എന്ന നിലയിൽ ഒരുപാട് കോഴ്സസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓൺലൈനിൽ ഏത് സമയം നമ്മൾ കൊറോണ സ്റ്റാർട്ട് ചെയ്തു, ഓൺലൈനിൽ നമ്മൾ സെഷൻ തുടങ്ങിയതിന് ശേഷം അത്ഭുതങ്ങൾ. ഓഫ്ലൈൻ ആണെങ്കിൽ ഫേസ് ടു ഫേസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റാൾട്ടും നമുക്ക് വ്യത്യസ്തമായ വേറെ തെറാപ്പീസും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഓൺലൈനിൽ വളരെ കൃത്യമായിട്ട് ഇപ്പൊ എനിക്കുള്ള ക്ലയൻസ് എന്ന് പറയുന്നത് കാനഡ, മലേഷ്യ, UK, US, ദെൻ ഓസ്ട്രേലിയയിൽ നിന്നുണ്ട് ക്ലയൻസ്, ദെൻ ഹോൾ GCC, കുവൈത്ത്, ഖത്തർ, ബഹ്റൈൻ, ഒമാൻ, അതായത് മസ്കത്ത്, ഇങ്ങനെ എല്ലാ GCCന്നും സൗദി, ഇവിടെ നിന്നൊക്കെ ക്ലയൻസ് ഉണ്ട്. അപ്പാർട്ട് ഫ്രം ദുബായ് ആൻഡ് ഇന്ത്യ. ഈ ക്ലയൻസിനൊക്കെ ഓൺലൈനിൽ ഇരുന്നു കൊണ്ട് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ, അവരിൽ നല്ല റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ, അവരെ ഐക്യകണ്ഠേന മാം നല്ല വ്യത്യാസമുണ്ട് മാം എന്ന് പറയുന്നുണ്ട് എങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അതില് ഈ നമ്മുടെ CBTയുടെ റോൾ ഭയങ്കരമാണ്. ഭയങ്കരം എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും കൂടുതലാണ്. ഓക്കെ, സോ ഞാൻ എല്ലാവരോടും
റിക്വസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് പരമാവധി എല്ലാം യൂട്ടിലൈസ് ചെയ്യാനും ഇതിനെ ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ട് ആഴത്തിലേക്ക് ഇറങ്ങാനുമാണ്. എന്താണ് CBT? നിങ്ങൾ പറയും, എന്താണ് CBT? വാട്ട് ഈസ് CBT? വാട്ട് ഈസ് CBT? വാട്ട് ഈസ് CBT? ആരാ പറയാം? എന്താണ് CBT? CBTയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ആരെങ്കിലും ഇതിനു മുമ്പേ CBT അപ്ലൈ ചെയ്തിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടോ, ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ? ടോക്ക് തെറാപ്പി. വെരി ഗുഡ്, ബ്യൂട്ടിഫുൾ വൺ. ദെൻ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. യെസ്. അങ്ങനെ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയുമ്പോൾ എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത്? അതായത് നമുക്ക് തെറ്റായ ധാരണകളെ മാറ്റി ശരിയായ ധാരണകൾ അൺലേൺ ചെയ്ത് റീലേൺ ചെയ്യുക. എക്സാക്ട്ലി കറക്റ്റ്. അൺലേൺ ചെയ്തിട്ട് റീലേൺ ചെയ്യുക. തോട്ട്, ബിഹേവിയർ, ഫീലിംഗ്, ഇതിനോടുള്ള കളിയാണ് ശരിക്കും CBT എന്ന് പറയുന്നത്. നമ്മളെ തോട്ട് പ്രോസസ്സിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട്, അവരെ ജീവിതത്തിലേക്ക്, റിയാലിറ്റിയിലേക്ക്, ഒരു ഫ്രിക്ഷൻ വേൾഡിൽ നിന്ന് റിയാലിറ്റിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ വളരെ യൂസ്ഫുൾ ആണ് നമ്മുടെ CBT തെറാപ്പി എന്ന് പറയുന്നത്. ബിഫോർ വി ഗെറ്റ് ഇൻ ടു സെഷൻ, എന്നെ ഒന്ന് ചെറുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എല്ലാ പാർട്ടിസിപ്പൻസിനെയും മ്യൂട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആൻസേഴ്സ് ചാറ്റ് ബോക്സിൽ തന്നിട്ടുണ്ടെങ്കിൽ വളരെ ഉപകാരം. നമുക്ക് ആ രീതിയിലേക്ക് പോവാം. ഓക്കെ, സോ റെഡി. ഇതാണ് എൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ. ദൈവത്തിന്റെ അനുഗ്രഹത്താൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള കൺസിസ്റ്റന്റ് എഫേർട്ട് കൊണ്ട് 5-10 വർഷമായിട്ട് ഇതേ ഫീൽഡിന്റെ ട്രെയിനിങ് എൻ്റെ പാഷനാണ്. ഐ ലവ് ടു ഡു ട്രെയിനിങ് ആൻഡ് അതുപോലെ തന്നെ കൗൺസിലിങ്ങിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും പഠിപ്പിക്കാനും കുറച്ച് അല്പമെങ്കിലും സൊസൈറ്റിക്ക് നന്മകൾ ചെയ്യാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റും. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സ്വയം ചെയ്യുന്നതിന്റെ കൂടെ എൻ്റെ കൂടെ ഒരുപാട് എന്നെ പഠിപ്പിച്ച ട്രീസ സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ കൈകൾ നിങ്ങളിലൂടെ നീളുകയാണ് മക്കളെ ചെയ്യുന്നത്. അതേപോലെ ഇന്ന് ഞാൻ പഠിപ്പിച്ച ഒരുപാട് സ്റ്റുഡൻസ് ഒരുപാട് നന്മകൾ ചെയ്യുന്ന കാണുമ്പോൾ ഞാൻ വളരെയധികം സന്തോഷിക്കുകയാണ്. ആ പാതയിലേക്ക് നമുക്കൊക്കെ ഒറ്റ ടീമായിട്ട് മുന്നോട്ട് പ്രവർത്തിക്കാൻ സാധിക്കണം. കാരണം എപ്പോഴാണ് ഒരു കലാമിറ്റി വരിക, ഇപ്പോൾ ഞാൻ ദുബായിൽ ലാസ്റ്റ് ഞാൻ വരുന്നതിന്റെ ഒരു 2 ദിവസം മുമ്പേ എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നത് ദുബായ് എമറാത്തി ഡേയിൽ വെച്ചിട്ട് അവിടുത്തെ മിനിസ്റ്ററുമായിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഓക്കെ, മിനിസ്റ്ററും ടീമുമായിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, വി നീഡ് മോർ പീപ്പിൾ ടു ഗാസയിലേക്ക് വോളണ്ടിയർഷിപ്പായിട്ട് കൗൺസിലിംഗ് ചെയ്യാൻ തയ്യാറായിട്ടുള്ളവരെ വരിക എന്നുള്ളതാണ്. അപ്പൊ അത്രയും പ്രവർത്തനം, ഈവൻ നമുക്ക് ഗാസയിലേക്ക് പോകണമെന്ന് വെച്ചാൽ ഗാസയിലേക്ക് പോലും പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ചെയ്യാൻ പറ്റണം. ഇനി നാട്ടിൽ നമുക്ക് ഒരു പ്രവർത്തനത്തിന്റെ ആവശ്യമുണ്ട്, ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം, പ്രവർത്തിക്കാൻ പറ്റണമെങ്കിൽ ഇതൊക്കെ യൂസ്ഫുൾ ആവും എൻ്റെ പ്രിയപ്പെട്ടവരെ. CBT എന്ന് പറയുന്നത് അത്രയും മാന്ത്രിക പവറുള്ള ഒരു തെറാപ്യൂട്ടിക് സ്കില്ലാണ്. അത് പഠിക്കുക, നമുക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആദ്യം ഞാൻ എന്നിൽ അപ്ലൈ ചെയ്യുന്നു, എൻ്റെ കോഗ്നിറ്റിവിറ്റിയെ ഞാൻ നന്നാക്കുന്നു. സോ ദാറ്റ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറെ ഒരാളിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, നിങ്ങളെ ഗ്രൂപ്പാക്കി തരംതിരിക്കും, ഡിസ്കഷന് ചാൻസ് തരും. അപ്പോൾ ഒരേ സാധനം മിനിമം മൂന്നാൾ ഒരു ഗ്രൂപ്പിലുണ്ടെന്ന് വിചാരിച്ചോളൂ. നിങ്ങൾ 3 പേരെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റം വന്ന് അത് കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യാം. ചിലപ്പോൾ ഒരു വർക്ക്ഷീറ്റ് ചെയ്താൽ എനിക്കുണ്ടാവുന്ന റിസൾട്ട് ആയിരിക്കില്ല ടിൻഡൂന് ഉണ്ടായതായിരിക്കില്ല ഫിദക്ക് ഉണ്ടായിട്ടുണ്ടാവാം. ഓരോരുത്തർക്കും ഒരേ വർക്ക്ഷീറ്റിൽ വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും, പ്രോസസ് ആയിരിക്കും ബിഹേവിയറിൽ നടന്നിട്ടുണ്ടാവുക. അത് തമ്മിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മാജിക്കൽ ജേർണി ഐ ബിലീവ്. സോ ദാറ്റ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും, നിങ്ങളുടെ മുന്നിൽ ഒരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലേക്കും സ്വയം പര്യാപ്തത നേടുന്ന രീതിയിലേക്കും സ്വന്തത്തിലുള്ള പ്രശ്നങ്ങളെ മാറ്റിയെടുക്കുന്ന രീതിയിലേക്കും നമ്മൾ ആവണം, നമ്മൾ വളരണം. അതിനും കൂടിയാണ് ഇടയ്ക്കിടെയായിട്ട് ഞാൻ ഓരോ കോഴ്സസ് ഡിസൈൻ ചെയ്യുന്നതും ആ കോഴ്സസ് ഞാൻ പഠിപ്പിച്ചെടുക്കുന്നതും. ബിക്കോസ് ഇറ്റ് ഈസ് വെരി 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 യൂസ്ഫുൾ ഫോർ എവ്രി വൺ. ക്ലിയർ? So building a strong foundation by introducing CBT worksheet.
നമ്മൾ പഠിക്കാൻ പോകുന്നത് CBT ബേസിക്സ് ആണ്. 5 സെഷൻസ് ഉണ്ടാവും. നെഗറ്റീവ് തോട്ട് ഹാൻഡ്ലിംഗ്, അതിന്റെ തന്നെ ഒരുപാട് വർക്ക്ഷീറ്റ്സ് ഉണ്ട്. ആ വർക്ക്ഷീറ്റ്സിലൂടെ നമ്മൾ കടന്നു പോയിട്ട് നമ്മളിൽ പ്രോസസ് ചെയ്യും. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ മനസ്സിലാക്കി തന്നപോലെ, എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പോലെ. ദെൻ സെൽഫ് എസ്റ്റീം, സെൽഫ് കോൺഫിഡൻസ് എങ്ങനെ ബിൽഡ് ചെയ്യുന്നുള്ളത് പഠിക്കും. ദെൻ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഹാൻഡ്ലിംഗ് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി, നമ്മൾ നമ്മുടെ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഡീൽ ചെയ്യും. മോഡിഫൈയിങ് ബിഹേവിയേഴ്സ് ഇൻ റെസ്പോൺസ് ടു സിറ്റുവേഷൻ, ബിഹേവിയർ മോഡിഫിക്കേഷൻ, നമ്മുടെ വ്യത്യസ്തമായ സമ്മർദ്ദത്തിൽ ഒരു സമ്മർദ്ദം ഉണ്ടായി, ഒരു കലാമിറ്റി ഉണ്ടായി, വീട്ടിൽ പ്രശ്നം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു മരണം സംഭവിച്ചു, ഇങ്ങനെ എന്ത് സമ്മർദ്ദം ഉണ്ടെങ്കിലും, ജോലി നഷ്ടപ്പെട്ടു പോയി, കുറച്ച് ദിവസമായിട്ട് പെട്ടെന്ന് സുഖമില്ലാണ്ടായി പോയി, ഇങ്ങനെ പല സമ്മർദ്ദങ്ങളും, പെട്ടെന്ന് ഒരു ട്രാൻസ്ഫർ ആയി, ഇങ്ങനെയൊക്കെ ഏത് സമ്മർദ്ദം നമ്മുടെ ലൈഫിൽ ഉണ്ട് എങ്കിലും ആ സമ്മർദ്ദത്തെ ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ എന്ത് വേണം, അതൊക്കെയാണ് ഈ ഫസ്റ്റ് ബേസിക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, റീഫ്രെയിമിംഗ് ദ തോട്ട്സിനെ റീഫ്രെയിം ചെയ്ത് വളരെ മനോഹരമാക്കി എടുക്കുന്ന ഒരു പ്രൊസീജിയറിലൂടെ നമ്മൾ കടന്നു പോകും. ഈ CBT ബേസിക്സ് പഠിച്ചാൽ തന്നെ നമ്മൾ ഒരുപാട് മാറും. അതോടൊന്നിച്ചിട്ട് തന്നെ നമുക്ക് ഒരുപാട് ആൾക്കാരെ നമ്മൾ അത് തറവായി കഴിഞ്ഞാൽ, അതും ഞാൻ വളരെ വ്യക്തമായിട്ട് പറയട്ടെ, ആരാണോ സൈക്കോളജി പഠിച്ചിരിക്കുന്നത്, മാസ്റ്റേഴ്സ് പഠിച്ചിരിക്കുന്നത്, അവര് മാത്രം ക്ലയൻസുമായിട്ട് ഡീൽ ചെയ്യുക. അല്ലാത്തവർ ആരൊക്കെയാണോ ജോയിൻ ചെയ്യുന്നത് അവരൊക്കെ അവനവന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. എന്നാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഡിവിജ്വലി നിങ്ങൾ എവിടെയെങ്കിലും കൗൺസിലിങ്ങിനോ മറ്റോ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിക്കൊണ്ട് ഈ സെഷനിലൂടെ കടന്നു പോകുമ്പം you will be a master, you will be able to handle any situation. ഓക്കെ, നമുക്കൊക്കെ സെഷൻസ് പ്രശ്നങ്ങൾ ഇല്ലായിട്ടില്ല, ആ പ്രശ്നങ്ങളെ നമ്മൾ നേരിടുന്ന രീതിയാണ് നമുക്കറിയാം, പ്രശ്നങ്ങളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. കാരണം ഇത്രയും പഠിച്ച് മുന്നോട്ട് വരുമ്പോൾ നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാവും. ഒരു ഉദാഹരണം പറയാം. NLPക്ക് പഠിക്കാൻ പോയ സമയത്ത് ആദ്യത്തെ ദിവസം മാമിന് മനസ്സിലാവും, അച്ഛൻ നമ്മളെ കൊണ്ട് എഴുതിപ്പിക്കും, നമ്മുടെ സങ്കടങ്ങളൊക്കെ എഴുതിപ്പിക്കും, കണക്ടിങ് ദ ഡോട്ട്സ്. ഓക്കെ, എഴുതിപ്പിച്ച ആദ്യത്തെ സെഷനിലൊക്കെ നമുക്ക് ഒരുപാട് എഴുതാനുണ്ടായിരുന്നു. ഒരു അരമണിക്കൂർ 1 മണിക്കൂർ തന്നതിന് അത്രയും വേദനകൾ എഴുതാനുണ്ടായിരുന്നു. പിന്നെ ഓരോന്നും പ്രോസസ് ചെയ്ത് ഇപ്പം ബുക്കും പെന്നും എടുത്താൽ എന്താണ് പ്രശ്നമുള്ളത്, പ്രശ്നമുണ്ടാ, എവിടെയാ പ്രശ്നമുള്ളത്, ഇങ്ങനെ നമ്മൾ ചിന്തിക്കും. ഓക്കെ, പ്രശ്നങ്ങൾ ഇല്ലായിട്ടല്ല, ആ ഉള്ള പഴയ പ്രശ്നങ്ങളെ നമ്മൾ ഹാൻഡിൽ ചെയ്യുകയും ഇപ്പോഴുള്ള നിലവിലുള്ള പ്രശ്നങ്ങളെ ഡീൽ ചെയ്യാനുള്ള ടെക്നിക്ക് പഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ അനായാസമായി ഹാൻഡിൽ ചെയ്യാനും, അതോടൊന്നിച്ചിട്ട് നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഡീൽ ചെയ്യേണ്ട ടെക്നിക്സ് ഒരു കോപ്പിംഗ് സ്കിൽ എന്ന രീതിയിലേക്ക് നമുക്ക് വരുത്തി വെക്കാനും സാധിക്കും. അതാണ് ഈ സെഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, CBT ബേസിക്സ് അതാണെങ്കിൽ CBT അഡ്വാൻസിൽ നമ്മൾ പഠിക്കുന്നത് റിലേഷൻഷിപ്പ് ബിൽഡിംഗ്. എത്ര കൗൺസിലിംഗ് കേസസ് ആണെന്നറിയോ, റിലേഷൻഷിപ്പ് ബിൽഡിങ്ങിനായിട്ട് വരുന്നത് പ്രശ്നം. അത് ന്യൂലി മാരീഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ മുതൽ ഇപ്പം എന്താ പറയേണ്ടത്, എംപ്റ്റിനെസ് സിൻഡ്രോം, അതായത് വീട്ടിൽ കല്യാണമൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് പിരിഞ്ഞു, ഒക്കെ ദൂരെ നാട്ടിലേക്ക് പോയി, ഭർത്താവും ഭാര്യയും മാത്രമാണ് ഉള്ളത്, വീട് മുഴുവൻ എംപ്റ്റി നെസ്റ്റ് ആണ്, വീട്ടിൽ ആരുമില്ല. എന്നാലും ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധമുണ്ടോ, അതും ഇല്ല. അവര് തമ്മിൽ തന്നെ പൊരുതിക്കൊണ്ടിരിക്കുക. കാരണം കാലമുടനീളം അവര് തമ്മിലുള്ള ശരിക്കുള്ള ബന്ധമായിട്ടില്ല. മക്കള് വളർന്നു, മക്കള് പഠിച്ചു, മക്കള് കല്യാണം കഴിച്ചു, പക്ഷെ അവര് തമ്മിലുള്ള ശരിക്കുള്ള ബന്ധം സ്ഥാപിച്ചെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വാർദ്ധക്യത്തിൽ പോലും പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അതിനെ പറ്റിയിട്ട് പ്രത്യേകം തന്നെ ഞാനിപ്പം മുന്നോട്ട് വരുന്ന ദിവസങ്ങളിൽ ഞാനൊരു കോഴ്സ് പോലും ഡിസൈൻ ചെയ്യാൻ പോകുന്നുണ്ട്. കാരണം അത്രയും ആവശ്യമായിട്ട് മാറിയിട്ടുണ്ട്. ഇതുപോലത്തെ ഒരുപാട് കേസസ് ഞാൻ പേഴ്സണലി ഇപ്പം ഹാൻഡിൽ ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ റിലേഷൻഷിപ്പ് ഹാൻഡ്ലിംഗ് എന്നുള്ളത് നിങ്ങൾ സ്വയം പഠിക്കുകയും നിങ്ങൾ സൈക്കോളജിസ്റ്റ് ആണ് എങ്കിൽ അത് നിങ്ങൾക്ക് ഒരു ടൂളായിട്ട് ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ യു വിൽ ബി ഏബിൾ ടു ഹാൻഡിൽ മെനി കേസസ്. ഇനിയല്ല നിങ്ങളുടെ സ്വന്തം അപ്ലിഫ്റ്റ്മെന്റിനാണ് നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഈ കോഴ്സിലൂടെ ഒരുപാട് കാര്യങ്ങൾ, എന്തുകൊണ്ട് എൻ്റെ സ്പൗസ്, എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ഇതുപോലെ പെരുമാറുന്നത്, അപ്പൊ ഞാൻ എന്ത് വേണം, എങ്ങനെയായിരിക്കണം എൻ്റെ ഡീലിംഗ്, മനസ്സമാധാനവും സന്തോഷവും കൊണ്ടുവരാൻ വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് ഈ സെഷനിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, റിലേഷൻഷിപ്പ് ബിൽഡിങ്ങിലൂടെയും കപ്പിൾ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻസിലൂടെയാണ് നമ്മൾ അത് ചെയ്യുന്നത്. അത് മാത്രമല്ല, റിലേഷൻഷിപ്പ് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ഈവൻ ടോക്സിക് റിലേഷൻഷിപ്പ്, ഇല്ലോസിന്റെ പ്രോബ്ലംസ്, അങ്ങനെ പലതും
നമുക്ക് ഹാൻഡിൽ ചെയ്യാം. മൊത്തത്തിൽ ബന്ധങ്ങളെ എങ്ങനെ ഊഷ്മളമായിട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് റിലേഷൻഷിപ്പ്. കപ്പിൾ കോൺഫ്ലിക്റ്റ് ആണ് എക്സ്ക്ലൂസീവ്ലി ഇപ്പോൾ കപ്പിൾ കോൺഫ്ലിക്റ്റ്. പിന്നെ ആങ്കർ മാനേജ്മെന്റ്, എന്റെ പൊന്നു, ഡെയിലി ന്യൂസ് പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഇതേ നമുക്ക് കാണാനുള്ളൂ. വ്യത്യസ്തമായത്. ഇന്ന് ന്യൂസ് പേപ്പർ എടുത്തു നോക്കുമ്പോൾ ഇന്നും അപകടം ഉണ്ടല്ലോ അല്ലെ? ഭർത്താവ് ഭാര്യയെയും അമ്മയെയും എണ്ണ ഒഴിച്ച് കൊണ്ടുന്നോ സംതിങ്. ഓക്കെ, ഇത് എവറി ഡേ ആങ്കർ എന്ന് പറയുന്നത് അൺകൺട്രോളബിൾ ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ റീസെന്റ് ഒരു മോന് എന്താണ്, അച്ഛൻ കാർ ഡ്രൈവ് ചെയ്യാൻ വിട്ടിട്ടില്ല. അച്ഛൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, മോനെ നിനക്ക് ലൈസൻസ് ഇല്ലല്ലോ, നിനക്ക് ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് നീ ലൈസൻസ് ആക്കി കഴിഞ്ഞാൽ ഞാൻ കാർ തരും. കുട്ടിക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല, നോന്ന് കേട്ടിട്ടുള്ള ശീലമില്ല ഇന്നത്തെ കുട്ടികൾക്ക്. അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്തു, ഉടനെ പെട്രോൾ പമ്പിൽ പോയി, നല്ല പൊന്നുമോൻ അവൻ പെട്രോൾ കൊണ്ടുവന്നു, അവന്റെ ദേഷ്യം തീർത്തു അച്ഛന്റെ കാർ കത്തിച്ചിട്ട്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് ആങ്കർ മാനേജ്മെന്റ് എങ്ങനെയെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്കറിയേണ്ടതുണ്ട്. മറ്റൊരു ഉദാഹരണം എന്ന് പറയുന്ന വെച്ചാൽ, ചെറിയ നിസ്സാര കാര്യത്തിന് ഞാൻ കേട്ടൊരു കേസാണ്. എന്താണ്, തൊട്ട അയൽവാസി അലക്കിയ വെള്ളം അവരുടെ മുറ്റത്തൂടെ ഒഴിച്ചതിന് അത് രാവിലെ ഏർലി മോർണിംഗ് 7:30 ആയിട്ടും ഒരു 1/4 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ കഴിഞ്ഞാൽ അത് അങ്ങോട്ട് ഉണങ്ങും. അത്ര ക്ഷമിക്കാനേ ഒരു മനുഷ്യനുള്ളൂ. ആ ക്ഷമ പോലും ഇല്ലാത്തത് കൊണ്ട് ആ സ്ത്രീ അലക്കിയ വെള്ളം ഒഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്തെ വീട്ടിലെ ആൾ അയാളുടെ മുറ്റത്തൂടെ, അതും അടുക്കള വശത്തൂടെ പോയി എന്നുള്ളതിന്റെ കാരണത്താൽ വാക്കാവുകയും വാക്ക് തർക്കത്തിന്റെ ഇടയിൽ കത്തിയാൾ എടുക്കുകയും വെട്ടുകയും കഴുത്തിന് നോക്കിയിട്ട് വെട്ടുകൊടുക്കുകയും ചെയ്തു. ഇതുപോലത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. സോ ആങ്കർ മാനേജ്മെന്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അത് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് CBT അഡ്വാൻസ് യൂസ് ചെയ്യാം. പിന്നെ ഡിസിഷൻ മേക്കിംഗ്, തോട്ട് റെക്കോർഡ്, ഇതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ബ്യൂട്ടിഫുൾ കണ്ടന്റ് ആണ്. കമ്മിങ് ടു CBT മാസ്റ്റേഴ്സ്, ഇത് രണ്ടും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏകദേശം എന്തായിട്ടുണ്ടാവും, ഒരു സൂപ്പർബ് ലെവലിൽ എത്തിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ പഠിക്കുന്നതാണ് ഹാൻഡ്ലിംഗ് ADHD. ഇതിന്റെ ഒക്കെ ഞാൻ വർക്ക് ബുക്കും കൂടി തരും. സോ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി വെരി യൂസ്ഫുൾ ഫോർ യു. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ നമ്മൾ പറയുന്ന കുട്ടികൾക്കേ ഉള്ളൂ. നോ 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 നോ, ഈവൻ ദ എൽഡേഴ്സ് ആർ ഗോയിങ് ത്രൂ. എത്രയോ ആൾക്കാർ, നമ്മളിപ്പം 10 പേരുണ്ടെങ്കിൽ 14 പേരുണ്ടെങ്കിൽ നമ്മളൊന്ന് അസസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിൽ എത്ര പേര് ADD ഉണ്ട്, എത്ര പേര് ADHD ഉണ്ട്. എവ്രി വൺ ഈസ് ഗോയിങ് ത്രൂ വൺ ഓർ ദ അതർ തിങ്. പക്ഷെ നമുക്കറിയൂല. നമ്മളിങ്ങനെ പോകുന്ന വണ്ടിക്ക് ഒരു തള്ളെന്ന് പറഞ്ഞ പോലെ തള്ളി 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 നീക്കുകയാണ്. അപ്പൊ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ എങ്ങനെ ADHDയെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഫോബിയാസിനെയും ഫിയേഴ്സിനെയും എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഗ്രീഫ് ആൻഡ് ലോസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, OCD ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, എത്രയോ കേസസ് എനിക്ക് വരുന്നത് OCD ആണ്. ഈ CBT തെറാപ്പീസിലൂടെ തന്നെ എനിക്ക് OCD ഒരു നല്ല റിസൾട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അവര് ഒരു 5-10 സെഷൻസ് കഴിയുമ്പോഴത്തേക്ക് പറയും, മാം ഐ എം മച്ച് 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 ബെറ്റർ ദാൻ. ഇപ്പൊ അങ്ങനെ തോട്ട്സ് വരുന്നില്ല, അങ്ങനെ ചിന്ത വരുന്നില്ല, എനിക്ക് ആ കമ്പൾസിവിറ്റി പോയിട്ടുണ്ട് എന്നൊക്കെ ക്ലയൻസ് പറയുന്ന സമയത്ത് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്. കാരണം ജസ്റ്റ് എല്ലാം ഉണ്ടാവും, വീട്ടിൽ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടാവും, ജസ്റ്റ് ബിക്കോസ് ഓഫ് ദിസ് OCD തോട്ട് ഒരു തുള്ളി സന്തോഷിക്കാൻ പറ്റൂല. ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞതാ, മാം എനിക്കിങ്ങനെ ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്തു, എന്തോ സംതിങ് ഗോൾഡാ മറ്റോ അടിച്ചു. അത്രയും വലിയൊരു ഗോൾഡ് അടിച്ചിട്ട് സന്തോഷത്തിൽ ഭാര്യന്റെ അടുത്ത് കൊടുക്കുന്ന സമയത്ത് ഷീ ഹാസ് OCD. ഗോൾഡ് അല്ല തൊട്ടത്, ആള് പോയിട്ട് ഗോൾഡ് വാങ്ങിച്ച ഉടനെ തന്നെ ബാത്റൂമിൽ പോയിട്ട് ഡെറ്റോൾ എടുത്തിട്ട് കൈ കഴുകിക്കൊണ്ട് ഇരിക്കുക ചെയ്തത്. ഇങ്ങനത്തെ OCD തോട്ടിലൂടെ കടന്നു പോകുന്ന സമയത്ത് അവർക്ക് മാത്രം അറിയുള്ളൂ അവരെന്ത് മാത്രം വിഷമിക്കുന്നുണ്ട് എന്നുള്ളത്, എന്ത് മാത്രം അവർ പ്രയാസപ്പെടുന്നുണ്ട്, അവരെ ബ്രെയിൻ എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്, അവരെ തോട്ട്സ് അവർ എത്രമാത്രം ഇടങ്ങാറാക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയുള്ളൂ. അത് ഹാൻഡിൽ ചെയ്യാനുള്ള OCDയുടെ വർക്ക്ഷീറ്റ്സും കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. പിന്നെ ദ ലാസ്റ്റ് വൺ ഈസ് ബ്യൂട്ടിഫുൾ സ്ലീപ്പ് ഡിസോർഡർ. സ്ലീപ്പ് ഇന്ന് ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നം. ഉറങ്ങാൻ പറ്റാത്തവര്. ഇന്ന് വന്ന ക്ലയന്റ്, വൈകുന്നേരം വന്ന ക്ലയന്റ് പറഞ്ഞതാ, 4 ദിവസമായി മാം കണ്ണിന്റെ പോള ഞാൻ അടച്ചിട്ട് എനിക്ക് അടക്കാൻ പറ്റുന്നില്ല. ഞാൻ അടക്കാൻ നോക്കുന്ന സമയത്ത് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഉറങ്ങിപ്പോന്ന് പിന്നെയും ഞാൻ ഞെട്ടി ഉണരും. അപ്പൊ ഇതിനൊക്കെ നമ്മുടെ കയ്യിൽ എന്തുണ്ട്, ശരിക്കുള്ള മരുന്നുണ്ട്. അവര് നമ്മളെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല സമാധാനത്തിലുള്ള പല തെറാപ്പീസും കൊടുക്കും.
ഇപ്പം ഓൺലൈനിൽ തന്നെ ഞാൻ ചെയ്തിട്ട് ഒരു ക്ലയന്റ് അവരുടെ ഫാമിലി പറഞ്ഞതാണ്, എന്തായാലും സൈക്യാട്രിസ്റ്റിനെ കാണിക്കണം, ഇവ 3-4 ദിവസമായി ഉറങ്ങാത്തത്. ഞാൻ പറഞ്ഞു ഒരു സെഷൻ ഞാൻ കൊടുത്തു നോക്കട്ടെ, എന്നിട്ട് നമുക്ക് അതിൽ റെഡ്യൂസ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് സൈക്യാട്രിസ്റ്റിനെ കാണിക്കാം. ഞാൻ കൊടുത്തു. ആൻഡ് സെക്കൻഡ് ഡേ ദ ഫാമിലി സെൻഡ് മീ എ ബ്യൂട്ടിഫുൾ മെസ്സേജ് ടെലിംഗ് ദാറ്റ് മാം, എങ്ങനെയാണ് നിങ്ങളോട് താങ്ക്സ് പറയേണ്ടത് അറിയില്ല, അവൻ ഇത്രയും ദിവസമായിട്ട് കഷ്ടപ്പെടുകയായിരുന്നു, ഒറ്റ സെഷനിലൂടെ വീണ്ടും അവൻ ഉറങ്ങാൻ തുടങ്ങി എന്ന് പറഞ്ഞു. ഇതൊക്കെ കേൾക്കുമ്പോഴുണ്ടല്ലോ, I thank God, thank you God for putting me into this field. ഈ ഡിവൈൻ ഫീൽഡിലേക്ക്, ഇത്രയും നല്ലൊരു ഡിവൈൻ ഫീൽഡിലേക്ക് ദൈവം ചൂസ് ചെയ്തല്ലോ അല്ലേ. നമ്മൾ വേറെ എന്തൊക്കെ ഫീൽഡിലുണ്ടായിരുന്നു, ഞാൻ IT ഫീൽഡിലുണ്ടായിരുന്നു, ബാങ്കിങ് സെക്ടറിലുണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു 10-12 വർഷമായിട്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഈ സൈക്കോളജി ഫീൽഡിൽ ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് എത്ര പഠിച്ചാലും കൊതി തീരുന്നില്ല, എനിക്ക് എത്ര ചെയ്താലും മതി വരുന്നില്ല എന്ന് പറയണം. അത്രയും ആസ്വദിച്ചു കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇതിന് ദൈവം തന്നിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, എന്നെ പഠിപ്പിച്ച മെന്റേഴ്സിന് ഞാൻ എത്ര താങ്ക്സ് പറഞ്ഞാലും പോരാ. ആ ഓരോ കാര്യങ്ങളും ഓരോരുത്തരുടെ ലൈഫിലും കൊണ്ടുവരുന്ന സമയത്ത് അവരുടെ ലൈഫിൽ ഒരു ചൈതന്യം, ഒരു സന്തോഷം, ഒരു മനസ്സമാധാനം കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ഇതൊക്കെ നിങ്ങൾക്കും ആസ്വദിക്കാൻ പറ്റണം. അതുപോലെ നിങ്ങൾ സൈക്കോളജിസ്റ്റ് ആണ്, സർട്ടിഫൈഡ് സൈക്കോളജിസ്റ്റ് ആണ് എങ്കിൽ നിങ്ങളിലൂടെ മറ്റുള്ളവർക്ക് കൊടുക്കാനും സാധിക്കണം. ഇങ്ങനെ ഉടനീളം നീളട്ടെ. കാരണം ഇനി വരുന്ന കാലഘട്ടത്തിൽ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലും ഇനി വരുന്ന കാലഘട്ടത്തിലും സൈക്കോളജിക്ക് വലിയ പ്രാധാന്യമുണ്ട്. സൈക്കോളജിസ്റ്റിനെ കാണണം എന്ന് പല സിനിമയിലൂടെയും അവർ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇന്ന് ആ മിത്ത് കുറച്ച് 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 കുറഞ്ഞു വരുന്നുണ്ട്. ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മറ്റാരോടും സംസാരിച്ചിട്ട് കാര്യമില്ല, ബന്ധത്തിൽ തന്നെ അവർ ആളെ കണ്ടെത്താൻ നോക്കും. കുറേയും കൂടി പ്രോബ്ലം കൂടും. കാരണം ആണിന്റെ ആൾക്കാർ ആണിന്റെ ഭാഗത്ത് നിൽക്കും, പെണ്ണിന്റെ ആൾക്കാർ പെണ്ണിന്റെ ഭാഗത്ത് നിൽക്കും. ഇങ്ങനെ സംസാരിച്ചിട്ട് ചെറിയ പ്രശ്നം വലിയ കുടുംബ പ്രശ്നമായിട്ട് മാറും. അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ ആൾക്കാർ ആഗ്രഹിക്കുന്നത്, വേണ്ട തേർഡ് പാർട്ടി വേറെ ആരും വേണ്ട, നമുക്കൊരു പ്രൊഫഷണലെ കാണാം, ആ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ ഡീൽ ചെയ്യട്ടെ, അവര് നമുക്ക് പരിഹാരം തരട്ടെ, അവര് പറയട്ടെ എന്താ വേണ്ടുന്നത്. ആ ലെവലിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ആ ലെവലിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗ്രേറ്റ് സൈൻ. ഇറ്റ്സ് എ ഗ്രേറ്റ് സൈൻ ടു ബ്രിങ് പീസ് അറ്റ് ഹോം. സമാധാനം കുടുംബത്തിലേക്ക് കൊണ്ടുവരാനുള്ള ആയുധങ്ങളായിട്ട് നമ്മൾ മാറുകയാണ്. വി കനോട്ട് ഡു എനി മിറാക്കിൾസ്. നമുക്ക് അത്ഭുതങ്ങളൊന്നും ചെയ്യാൻ പറ്റൂല. പക്ഷെ തീർച്ചയായിട്ടും ഒരു ദൈവികമായ ഒരു പ്രോസസ്സായിട്ട് ഇതിനെ കണക്കാക്കിക്കൊണ്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് നമ്മുടെ ക്ലയന്റിന്റെ കൂടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഒത്തിരി 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 വ്യത്യാസങ്ങൾ കൊണ്ടുവരാനും, അവർക്ക് മിററിങ് ചെയ്തു കൊടുത്തിട്ട് അവരുടെ ബുദ്ധിമുട്ടുകളെ, ഇതാണ് നിങ്ങളുടെ പ്രശ്നം, ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്, ഇൻഡയറക്ട്ലി ആൻഡ് വേണ്ടി വരുന്നിടത്ത് അതിൻ്റെതായ രീതിയിൽ അതിൻ്റെതായ ടെക്നിക്സ് അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് അവർക്ക് ബോധ്യപ്പെടുത്താനും പറ്റും. ഒരാളോട് നിങ്ങളുടെ പ്രോബ്ലം ഇന്നതാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ലെവലിൽ പോകുന്ന ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. പക്ഷെ നമ്മൾ ശരിയായ ടെക്നിക്കൽ മെത്തേഡോടുകൂടി, ചില CBT ടെക്നിക്സോടുകൂടി, തെറാപ്പീസിലൂടെ, വർക്ക്ഷീറ്റിലൂടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് അവര് പോലും അറിയാതെ അവർ അനലൈസ് ചെയ്യും, അവര് മനസ്സിലാക്കും. ഓഹോ, ഇതാണല്ലേ, ഇങ്ങനെയാ പറയാ എന്നോട്, ഓ മാം ഇതായിരുന്നു അല്ലേ എന്റെ പ്രോബ്ലം, അതുകൊണ്ടാണല്ലേ ഇങ്ങനെയായത്. ഇന്ന് പറയുമ്പോണ്ടല്ലോ എന്റെ പൊന്നോ, ഭയങ്കര മനസ്സിന് റിലീഫാ. അത് ഏത് വർക്ക്ഷീറ്റിലൂടെ ഏത് തെറാപ്പിയിലൂടെ അവർ അങ്ങനെ പറയുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഓരോരുത്തരുടെയും ബ്രെയിന് യുണീക്കാണ്, ഓരോരുത്തരുടെ ജീവിത അനുഭവങ്ങൾ യുണീക്കാണ്, ഓരോരുത്തരുടെ തോട്ട്സ് യുണീക്കാണ്, അതുപോലെ തന്നെ ഓരോരുത്തരുടെ ജീൻസ് യുണീക്കാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ ചെയ്യും, ലാസ്റ്റിൽ അവർക്ക് എന്താണോ എഫക്റ്റീവ് ആയിട്ടുള്ളത് ആ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനം മതി ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗെറ്റിംഗ് ഇറ്റ്? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ഇത്ര പറഞ്ഞത് മനസ്സിലായോ? ക്ലിയർ ആണോ? ആർ യു ഓൾ വിത്ത് മീ? അൺമ്യൂട്ട് ചെയ്തിട്ട് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തോളൂ, അതാ ഗുണം ചെയ്യാം. ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ക്ലിയർ ആണെങ്കിൽ ഒരു എസ് ടൈപ്പ് ചെയ്താട്ടെ എല്ലാവരും. താങ്ക് യു ഡിയേഴ്സ്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. റെഡി? അപ്പൊ നമുക്ക് ഇനി മുന്നോട്ടേക്ക് പോകാം. നേരത്തെ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ഈ പിക്ചറിൽ കാണുന്നത് പോലെ തന്നെ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര്, ദുബായിൽ സ്വന്തം സ്ഥാപനമാണ് നടത്തുന്നത് ട്രെയിനിങ് ആൻഡ് കൗൺസിലിംഗിന് വേണ്ടിയിട്ട്, ഗ്രാൻഡ് കാലിബർ സെന്റർ ഫോർ കോഗ്നിറ്റീവ് എക്സലൻസ് എന്നാണ് ഞാൻ പേര് കൊടുത്തത്.
മനസ്സിന് രാത്രിയാണ് ഉറങ്ങാൻ കിടന്നിടത്ത് മേ ബി ആൽഫ ലെവൽ ഇത് പ്രാർത്ഥിച്ചിട്ടും ഇത് സ്വപ്നം കണ്ടിട്ടും ഇത് വിഷ്വലൈസ് ചെയ്തിട്ടും കിടന്നത് കൊണ്ടായിരിക്കും ഉറക്കത്താണ് എനിക്കത് കിട്ടിയത്. സെന്റർ ഫോർ കോഗ്നേറ്റീവ് എക്സലൻസ്. ഞാൻ ഞെട്ടി എണീച്ചു. ഐ റോട്ട് ഇറ്റ്. കാരണം രാവിലത്തേക്ക് ഈ വാക്ക് മറന്നുപോയാലോ ഞാൻ അത് എഴുതി വെച്ചു. എന്നിട്ട് നമ്മുടെ ഓർഗനൈസേഷൻ നമ്മുടെ ലോഗോ കാര്യങ്ങൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഞാൻ കൊടുക്കുക ചെയ്തത് സെന്റർ ഫോർ കോഗ്നേറ്റീവ് എക്സലൻസ്. ചിന്തിപ്പിക്കുക, മനുഷ്യനെ ചിന്തിപ്പിക്കുക. കാരണം മനുഷ്യന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ദൈവം തന്ന കഴിവ് തന്നെ ചിന്തിക്കുക എന്നുള്ളത്. മൃഗങ്ങൾക്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ദേ ഹാവ് ഇറ്റ്. പക്ഷെ മനുഷ്യന് അങ്ങേയറ്റം നന്നായിട്ട് തന്നിരിക്കുന്ന ദൈവം തന്നിരിക്കുന്ന ഏറ്റവും നല്ല ഒരു ഗുണം ചിന്തിക്കാൻ പറ്റും. ചോയ്സ് 2 മുന്നിലുണ്ടെങ്കിൽ അതിൽ ഏത് ശരി ഏത് തെറ്റ് എന്നുള്ള ചിന്തിക്കാനുള്ള കഴിവുണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും അതെന്തായി പോകുന്നത്, ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കാതെ ഇമ്പൾസീവായിട്ട് നമ്മൾ ബിഹേവ് ചെയ്തു പോകുന്നു. അതിനെ കൊണ്ട് ഒരുപാട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ആ പ്രോബ്ലംസിൽ നിന്ന് കയറാൻ വേണ്ടിയിട്ട് നമുക്ക് പലതും ചെയ്യേണ്ടി വരുന്നു. അപ്പോഴാണ് നമ്മുടെ CBT തെറാപ്പി അത്രയും യൂസ്ഫുൾ ആവുന്നത്. റെഡി? എന്തൊക്കെ മാറ്റിയെടുക്കാം? CBT തെറാപ്പിയിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ തന്നെ ഇപ്പൊ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ്ലി നമുക്ക് അഡിക്ഷൻ വർക്ക് ചെയ്യാൻ പറ്റും, ആങ്സൈറ്റി ഡിസോർഡർ, ബൈപ്പോളാർ ഡിസോർഡർ, ലോ സെൽഫ് എസ്റ്റീം, ഫോബിയ, സ്കിസോഫ്രീനിയ, സൂസൈഡൽ ഐഡിയേഷൻ, ഡിപ്രഷൻ. ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് CBT ആണ്. CBTയിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി CBT കൊടുത്ത് ഏകദേശം ഒന്ന് ക്ലയന്റ് ലെവലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ള തെറാപ്പിയും കൂടി അറിയുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റാൾട്ടും മറ്റൊക്കെ ഫേസ് ടു ഫേസ് കൊടുത്തിട്ട് അവരെ ഒന്ന് ആക്കി എടുത്തിട്ട് ഹിപ്നോസൈസ് എല്ലാം. എനിക്കറിയില്ല നമ്മൾ ഒരു ക്ലയന്റ് വന്നതിൽ ഏതൊക്കെ അപ്ലൈ ചെയ്യുന്നുള്ളത്. ക്ലയന്റിന്റെ ഭാഷ, ക്ലയന്റ് മനസ്സിലാക്കുന്ന വിഷ്വൽ, ഓഡിറ്ററി, കിനസ്തെറ്റിക് ഭാഷ, ക്ലയന്റിന്റെ അനുഭവങ്ങൾ, ക്ലയന്റ് സംസാരിക്കുന്ന രീതി ഒക്കെ വെച്ചുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കലി ഇപ്പൊ 10-15 തെറാപ്പീസ് തറവായിട്ട് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ദൈവാനുഗ്രഹം കൊണ്ട്. അതിൽ എപ്പോ എങ്ങനെ വേണ്ടി വരും എന്നുള്ളത് നമുക്കറിയില്ല. ഇതൊക്കെ CBTയിലൂടെ ഹാൻഡിൽ ചെയ്യുകയും ഫേസ് ടു ഫേസ് നമുക്ക് നമ്മളെ ക്ലയന്റിനെ കിട്ടിയെങ്കിൽ മറ്റു പലതും കൂടി ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ട്രസ്റ്റ് മീ മൈ ഡിയേഴ്സ്, they will come back to the life. They will come back to the life. ഒരാളെ ജീവിതത്തിലേക്ക് ആനയിച്ച് കൊണ്ടുവരാൻ പറ്റും, നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റും. അവരെ ജീവിതത്തെ മനസ്സും പിന്നെ അവരെവിടെയോ ജീവിച്ചോട്ടെ, പക്ഷെ അവര് സന്തോഷത്തിലും സംതൃപ്തിയിലും ജീവിക്കും. കാരണം എന്താ, ഇന്റൻസിറ്റി ഓഫ് പ്രോബ്ലം നമുക്ക് കുറക്കാൻ പറ്റും. നമ്മൾ ഫുൾ ഒഴിവാക്കൂല. ഒരു ക്ലയന്റിനെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഫാമിലിനല്ല നമ്മൾ തെറാപ്പി കൊടുക്കുന്നത്, ഒരു ക്ലയന്റിനാണ് കൊടുക്കുന്നത്. അപ്പൊ അതേ ഫാമിലിയിലേക്കാണ് തിരിച്ചു പോകുന്നത്, അതേ പ്രോബ്ലംസിലേക്ക് അവർ തിരിച്ചു പോകുന്നത്. പക്ഷെ എന്തായിട്ടുണ്ടാവും, ക്ലയന്റ് എംപവേർഡ് ആയിരിക്കും, ക്ലയന്റിന് കോപ്പിംഗ് സ്കിൽസ് പഠിച്ചിട്ടുണ്ടാവും, ക്ലയന്റിന് ഇനി അറിയാം എങ്ങനെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം നമ്മൾ ഈ CBT അപ്ലൈ ചെയ്ത് ഈ ബ്രെയിൻ്റെ അകത്ത് നമ്മൾ അവരെ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇൻഫോർമേഷൻസ് ഒക്കെ എത്തിച്ചിട്ട് അവരുടെ ഇന്റൻസിറ്റി ഓഫ് പ്രോബ്ലം കുറച്ചിട്ടുണ്ടാവും. ആ ഇന്റൻസിറ്റി ഓഫ് പ്രോബ്ലം കുറച്ചത് കൊണ്ട് തന്നെ, എംപവർ ചെയ്തത് കൊണ്ട് തന്നെ, നമ്മൾ കുറേ കാര്യങ്ങൾ അതിലേക്ക് നിറച്ചത് കൊണ്ട് തന്നെ അവരെന്തായിരിക്കും, മുന്നോട്ടുള്ള ജീവിതത്തെ ഹാൻഡിൽ ചെയ്യേണ്ട രീതിയിലേക്ക് അവർ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കും. ദിസ് ഈസ് വാട്ട് everything all about therapies. And when we come to CBT നമുക്ക് ഇത്രയും കാര്യങ്ങൾ പ്രിസൈസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. റെഡി? നേരത്തെ മാം ഇവിടെ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, ഇറ്റ്സ് ടോക്ക് തെറാപ്പി. വി മേക്ക് ദം ടോക്ക്. ഓക്കെ, ഇരുന്ന് സംസാരിക്കുക. അവർക്ക് പോലും അറിയില്ല നമ്മൾ എന്താ ചെയ്തതെന്ന്. അവർ സംസാരിച്ചിട്ടേ ഉണ്ടാവുള്ളൂ. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ഹൗ ടു ആസ്ക് ദി ക്വസ്റ്റ്യൻസ് എന്നുള്ളത് ഒരു ദിവസം എപ്പോഴെങ്കിലും എനിക്ക് ഇതുപോലെ സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഫ്രീ സെഷൻ തന്നെ വെച്ചുതരാം. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കൽ പോലും കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം. ആ ക്വസ്റ്റ്യൻസിലൂടെയാണ് ആഹാ അങ്ങനെയാണല്ലേ, ഓ എന്ന് പറഞ്ഞിട്ട് അവർക്ക് റിയലൈസേഷൻ, അവരേതോ ഒരു അൺറിയലിസ്റ്റിക് വേൾഡിൽ ഉണ്ടാവും. അവിടെ നിന്ന് നമുക്ക് റിയാലിറ്റിയിലേക്ക്, അവർക്ക് റിയഷുറൻസിലേക്ക്
കൊണ്ടുവരണോ എങ്കിൽ നമുക്ക് മെല്ലെ മെല്ലെ ആ ടോക്ക് തെറാപ്പിയിൽ ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിക്കേണ്ട സമയത്ത് ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കുന്ന സമയത്ത് അവരുടെ ബ്രെയിൻ ലോട്ടസ് പോലെ മെല്ലെ 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 തുറന്നു വരും. റെഡി? So what is cognitive behavior therapy? Okay, CBT is a talking therapy. നേരത്തെ പറഞ്ഞ പോലെ it works on thoughts and what we do, behavior. ഏത് തോട്ട്സിന്റെ മേലെ ഏത് ബിഹേവിയർ ആണ് ചെയ്തത്, എങ്ങനെയായിരുന്നു നിങ്ങൾ ബിഹേവ് ചെയ്യേണ്ടത്, അതിൽ ഹെൽപ്ഫുൾ ഏതാണ്, അൺഹെൽപ്ഫുൾ ഏതാണ്, ഇതെല്ലാം ഈ രീതിയിൽ ഈ ഭാഷയിൽ സംസാരിച്ചാലൊന്നും ആർക്കും ഈ പ്രോബ്ലത്തിലുള്ള ആൾക്ക് മനസ്സിലാവില്ല കേട്ടോ. അതിന് ആ രീതിയിൽ നമ്മുടേതായ വർക്ക്ഷീറ്റ്സിലൂടെയും കാര്യങ്ങളിലൂടെയും നമ്മുടെ ചോദ്യങ്ങളിലൂടെയും കൊണ്ടുവരുമ്പോഴാണ് അവർക്ക് അതൊക്കെ തുറന്ന് തുറന്ന് റിയാലിറ്റിയിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വരുന്നത്. ഓക്കെ, സോ ഇതിന്റെ വേറൊരു പ്രത്യേകത, ഞാനിപ്പം ജസ്റ്റാൾട്ട് തെറാപ്പിയാ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹിപ്നോസിസാ കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഹോംവർക്ക് കൊടുക്കാനൊന്നുമില്ല. പക്ഷെ CBT തെറാപ്പി ആകുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത്, ക്ലയന്റിനെ കണ്ടു, ക്ലയന്റിനെ ഡീൽ ചെയ്തു, ക്ലയന്റ് ഇനി ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് എന്റെ സെഷനിലേക്ക് വീണ്ടും വരുന്നത്, 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ അപ്പോയിന്റ്മെന്റ് കൊടുത്തത്, അല്ലെങ്കിൽ അടുത്ത ആഴ്ചയാണ് കൊടുത്തത്, അല്ലെങ്കിൽ അടുത്ത മാസമാണ് കൊടുത്തത്, ആയിക്കോട്ടെ സാരമില്ല, അവരുടെ ഇന്റൻസിറ്റിക്ക് അനുസരിച്ചിട്ടല്ലേ നമ്മൾ പ്ലാൻ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, ഹോംവർക്ക് കൊടുക്കാൻ പറ്റും. എന്നിട്ട് ക്ലയന്റിനെ കൊണ്ട് ദയിപ്പിക്കാം. ആ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അവർക്ക് ഒരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലം നമ്മളോടായിട്ട് സംസാരിച്ചു കഴിഞ്ഞു, നമ്മൾ അതിന്റെ ഇന്റൻസിറ്റി കുറച്ചു കഴിഞ്ഞു, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഹോംവർക്കും കൂടി കൊടുക്കാം. ആ ഹോംവർക്ക് കൊടുക്കുമ്പോൾ എന്താവും, ഇതിന്റെ കണ്ടിന്യൂറ്റി വിട്ടുപോകില്ല, അവർ നമ്മളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ആ ടാസ്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അവരെന്താവും, ഡെവലപ്പ് ആയിക്കൊണ്ടു വന്നുകൊണ്ടിരിക്കും. അവരുടെ പ്രോബ്ലത്തിൽ നിന്ന് അവർ സൊല്യൂഷൻ കണ്ടെത്തിക്കൊണ്ടിരിക്കും. ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ് ഓഫ് CBT തെറാപ്പി. ഓക്കെ, ശരിക്കും പറയാന്നുണ്ടെങ്കിലേ, ഞാൻ ആക്ച്വലി വിചാരിച്ചത് നിങ്ങൾക്ക് സൈക്കോതെറാപ്പിയുടെ 14 സാധനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്, ഓൾറെഡി എൻ്റെ അടുത്ത് കണ്ടന്റ് ഉണ്ട്, ചെയ്യാന്നാ വിചാരിച്ചത്. അപ്പൊ അത്രയും വലുത് നിങ്ങൾക്ക് താങ്ങാൻ പറ്റുമോ? ഓക്കെ, കാരണം ഞാൻ ഇത് വർഷങ്ങളായിട്ട് പഠിച്ചിട്ട് കൊണ്ടുവന്ന സാധനങ്ങളാണ്. അതിന് സിംപ്ലിഫൈഡ് ആയിട്ട്, കാരണം ഈ ടഫായിട്ടുള്ള സാധനത്തെ നമുക്ക് പബ്ലിക്കിലേക്ക് ഇറക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്, മനസ്സിലാവില്ല. അയ്യോ മാം ഇതെല്ലാം എന്താ എൻ്റെ തലയിൽ കയറുന്നില്ല എന്ന് പറയും. അതിന് സിംപ്ലിഫൈഡ് ആയിട്ടുള്ള രീതിയിലേക്ക് എല്ലാ സംഭവങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബട്ട് ദ തിങ് ഈസ് CBT is the most popular one. Okay, I thought of starting with CBT-ലൂടെ തുടങ്ങിയിട്ട് നിങ്ങളൊക്കെ ഇൻട്രസ്റ്റഡ് ആണ്, യെസ് മാം എനിക്ക് SBFT വേണം, ഓക്കെ ആ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ മാം ഇന്ന് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യണം, അങ്ങനെ ഒരു പോസിറ്റീവ് സൈക്കോളജി അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. I'll show the folder, just a minute. ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റുമെങ്കിൽ നമുക്ക് ഭാവിയിലേക്ക് തുടങ്ങാം കേട്ടോ. സോ ദാറ്റ് യു ഓൾ വിൽ ബി equipped to handle any client at any moment of your life. It goes on. The CBT, DBT, emotional intelligence explanation, the Gestalt, graphology, hypnosis, NBCT, NLP, positive psychotherapy, അങ്ങനെ ക്വസ്റ്റ്യനിങ് സ്കിൽസ്, REBT എല്ലാം അടങ്ങിയ സാധനം സംഭവം റെഡി ആയിട്ടുണ്ട്. ബട്ട് ഞാൻ ഇപ്പോഴേ തുടങ്ങൂല, കാരണം നിങ്ങൾക്ക് എല്ലാം കൂടി ഡോസ് തരുന്ന സമയത്ത് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. സോ വി വിൽ ബി തറോ വിത്ത് CBT ബേസിക്കും മാസ്റ്റേഴ്സും അഡ്വാൻസും മാസ്റ്റേഴ്സും ചെയ്ത് നിങ്ങൾ തറോ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, മറ്റുള്ള തെറാപ്പീസിലേക്ക് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമുക്ക് ആ ബാച്ചും കൂടി തുടങ്ങാം. യു വിൽ ബി ലേണിംഗ് എ ലോട്ട് ഫ്രം മീ. ഓരോ മീൻസ് ക്ലയൻസിനും എങ്ങനെയൊക്കെ ലോജിക്കൽ റീസണിംഗ് ഉള്ള ക്ലയന്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ, എങ്ങനെ എമോഷണൽ ആയിട്ടുള്ള ക്ലയന്റ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ, ഏത് സമയത്ത് ഏത് തെറാപ്പി നമുക്ക് അപ്ലൈ ചെയ്താൽ എങ്ങനെ റിസൾട്ട് കിട്ടും, ഒക്കെ യു വിൽ ബി ലേണിംഗ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഓക്കെ, പിന്നെ ആങ്സൈറ്റിക്കും ഡിപ്രഷനും ഞാൻ നേരത്തെ OCD ആൻഡ് ട്രോമ, PTSD, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, അതുപോലെ തന്നെ നമ്മുടെ ഡെലിവറിക്ക് ശേഷം ഉണ്ടാകുന്ന സ്ട്രെസ് ഡിസോർഡറിലൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, CBT നല്ല ഒരു മിറാക്കിൾ പോലെ പ്രവർത്തിക്കുന്നുണ്ട്. ആൻഡ് CBT വർക്ക്സ് ഓൺ ദ പ്രസന്റ് മൊമെന്റ്. പാസ്റ്റിലുള്ള പ്രോബ്ലത്തെ നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം പ്രസന്റിനെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ CBT-യിൽ വർക്ക് ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത്രയും നമ്മൾ CBT അപ്ലൈ ചെയ്തിട്ടും ക്ലയന്റിന് വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട്, ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള അബ്യൂസോ കാര്യങ്ങളോ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ശേഷം CBT കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ കൊടുത്തോണ്ടിരിക്കും നമുക്ക് വേണോ തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ള തെറാപ്പീസും കൂടി ഇതിൽ ഇൻകൾക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടർഫുൾ റിസൾട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. എക്സ്ക്യൂസ് മീ.
ഇത്ര ക്ലിയർ ആണോ എല്ലാവർക്കും? ആർ യു ഓൾ വിത്ത് മീ? സ്പീഡ് കൂടി പോയോ? കാരണം കുറഞ്ഞ സമയത്തിൽ ഒരുപാട് കണ്ടന്റ് പറഞ്ഞിരണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. ആണെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാമോ? ആർ യു ഓൾ വിത്ത് മീ? ആർ യു ഓൾ അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഐ എം എക്സ്പ്ലെയിനിങ്? താങ്ക് യു ഫത്തീൻ. എല്ലാവരും ശരി, ഹുദ, ടിൻറ്റു, യെസ് യെസ്, സെലീന മാം, റജീന ഗഫൂർ, യെസ്, വെരി ഗുഡ്. എല്ലാവരും നിങ്ങൾക്ക് മനസ്സിലായി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ, ടെക്സ്റ്റ് ചെയ്തോളൂ. ശബ്ദം ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ മ്യൂട്ട് ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് 5 മിനിറ്റ് ഞാൻ തരാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടിയിട്ട്. ബാക്കി ആർക്കും മനസ്സിലായിട്ടില്ലേ? ഈ 4 പേർക്ക് മാത്രമാണോ മനസ്സിലായത്? പ്ലീസ് ലെറ്റ് മീ നോ, ഐ ക്യാൻ ഹെൽപ്പ് യു വിത്ത് ദാറ്റ്. നമ്മൾ ഇപ്പോഴും ബെനിഫിറ്റ്സ് ഓഫ് CBT കടന്നിട്ടുള്ളൂ. CBT പ്രോസസ്സിലേക്കൊന്നും കടന്നിട്ടില്ല. ചെറുതായിട്ടൊന്ന് നമുക്ക് മുന്നോട്ടേക്ക് കടക്കാം. ഓക്കെ, ചെറിയൊരു കളി രൂപത്തില് ഇപ്പൊ ക്ലയന്റ് വന്നിട്ടുണ്ട്, കുട്ടികളാണെന്ന് വിചാരിച്ചോ, കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളെ എനിക്ക്. കാരണം കുട്ടികൾ ഓപ്പൺ അപ്പ് ആവില്ല. ഒന്നാമത് ചില പേരൻസും കൂടി എന്ത് ചെയ്തിട്ടുണ്ടാവും, കുട്ടികളെ പേടിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. കൗൺസിലർ അടുത്ത് തന്നെ പോകുന്നത് ഇങ്ങനെ പറയണേ അങ്ങനെ പറയണേ എന്നൊക്കെ പ്രീ ഡിസൈൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും അവരുടെ മൈൻഡിനെ. ഒന്ന്. രണ്ടാമത്തത് പറഞ്ഞാല് പേരൻസിനോട് ഇവർ പറഞ്ഞു കൊടുത്തേക്കോ എന്നുള്ളൊരു ഭയം. അല്ലെങ്കിൽ ഇവർക്ക് പ്രയർ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്, സ്കൂൾ കൗൺസിലറോടോ മറ്റോ അവർ മനസ്സ് തുറന്നപ്പം അതേപോലെ സ്കൂൾ കൗൺസിലർ പേരൻസിനോട് പറഞ്ഞു കൊടുക്കുകയും പിന്നെ പേരൻസ് അതിനെ ചോദ്യം കേൾക്കുകയും ചെയ്തത്. ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് മിത്തുമായിട്ടും ഒരുപാട് ഭയവുമായിട്ടും ഒരുപാട് കൺഫ്യൂഷനായിട്ടും ഒക്കെ കുട്ടികൾ വരാം. അപ്പൊ കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാം, കളി ചിരിയിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കുട്ടികളോട് അടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ആരെന്ത് സംസാരിച്ചാലും കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത് 100% ഏത് കൗൺസിലറിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ ആ കൗൺസിലർ ബിസി ആയിരിക്കും. she or he will get lots of clients, sure for that. ഓക്കെ, സോ നമ്മൾ ആ ബന്ധത്തിലേക്ക് എത്താം, റാപ്പോ ബിൽഡിംഗ് സ്ട്രോങ് ആയിട്ട് ആക്കി കൊടുക്കുക. എന്നിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും അവരെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുക. കുട്ടികളാകുമ്പോൾ നമുക്ക് കളിച്ചിരിയിലൂടെ കൊണ്ടുപോകും. ഫോർ എക്സാമ്പിൾ ഇവിടെ കണ്ടോ, വെജിറ്റബിൾ ഷാഡോ മാച്ച്. ജസ്റ്റ് ഒന്ന് കളിച്ചാട്ടെ, വേഗം ഒന്ന് ഷാഡോ ചെയ്താട്ടെ. നിങ്ങൾ ആർക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കിയാട്ടെ. നിങ്ങൾ നമ്പർ എഴുതിയാൽ മതി, വരക്കണമെന്നില്ല നിങ്ങളെ ബുക്കിൽ. ചെയ്തോ? ചാറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ വേഗം, ക്വിക്ക് ആയിട്ട്. ദാറ്റ്സ് ഹൗ ആ വന്ന ഒരു കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യുന്നു, ടോട്ടലി ഒരു ഗെയിംസിലൂടെ, ഇത് ഗെയിംസ് അല്ലേ മോനെ, ഇത് തമാശ കളിക്കുന്നല്ലേ, വാ നമുക്ക് ഗെയിം കളിക്കാലോ, വാ പസിൽ കളിക്കാലോ എന്നുള്ള രീതിയിലേക്ക് നമ്മളെ മക്കളെ നമുക്ക് അടുപ്പിക്കാനും മെല്ലെ മെല്ലെ ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യാനും അതോടൊന്നിച്ചിട്ട് അവരുടെ പ്രോബ്ലത്തെ അത് കണ്ടുപിടിക്കുന്ന വ്യത്യസ്തമായ മെത്തേഡ് ഉണ്ട്. അത് ആർട്ട് തെറാപ്പി ഞാൻ പഠിപ്പിക്കുന്നതാണെങ്കിൽ ആർട്ട് തെറാപ്പിയിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരും. അപ്പോഴേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ. എസ്പെഷ്യലി ആർട്ട് തെറാപ്പി ഇസ് ദ ബെസ്റ്റ് വൺ. ഈവൻ ഫോർ എൽഡർലി പീപ്പിൾ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് വൺ. ഈവൻ ഫോർ അതേഴ്സ്, ഈവൻ അഡൾട്ട്സിന് പോലും ആർട്ട് തെറാപ്പിന്റെ 2-3 സെഷൻസ് ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ മനസ്സിലിരിക്കുന്ന സാധനം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ഓക്കെ, അവര് അറിയാതെ അവര് നമ്മളോട് സംസാരിച്ചിരിക്കും. ഇനി ഗ്രാഫോളജിയാണ് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഗ്രാഫോളജിയുടെ ഹാൻഡ് റൈറ്റിംഗ് റീഡ് ചെയ്തുകൊണ്ട് നമുക്ക് ക്ലയന്റ് ഇത്രയല്ലേ പറയുള്ളൂ, അതൊക്കെ അപ്പുറം നമുക്ക് ക്ലയന്റിനെ മനസ്സിലാക്കണമെങ്കിൽ ജഡ്ജ്മെന്റ് ചെയ്യാനല്ല, ക്ലയന്റിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലേബിൾ ചെയ്യാനല്ലേ, ക്ലയന്റിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിക്കൊണ്ട് ക്ലയന്റിന്റെ പ്രോബ്ലം വേരോടെ പുറത്തെടുത്തുകൊണ്ട് അവരെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഉദ്ദേശത്തിലാണ് നമ്മളൊക്കെ പ്രവർത്തിക്കേണ്ടത്. ജഡ്ജ്മെന്റ് ആവാനും അല്ല, ലേബിൾ ചെയ്യാനും അല്ല. ഈ രീതിയിൽ ഈ ആത്മാർത്ഥതയോടുകൂടി നമ്മൾ ചെയ്യുന്ന സമയത്ത് ക്ലയന്റിനെ നിസ്സങ്കോചം, ഞാൻ പറഞ്ഞോട്ടെ, നല്ല രീതിയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ക്ലിയർ? ഓക്കെ ആണോ? മാച്ച് ദ ഫോളോയിങ് ചെയ്തോ? ആരൊക്കെയാണ് ആൻസേഴ്സ് ഇട്ടത് നോക്കാലോ. പെട്ടെന്ന് ഇതിലേക്ക് ചാറ്റ് ബോക്സിലേക്ക് ഇടൂ. എല്ലാം ഒന്നിച്ചിട്ടിടൂ ഷാരി, ഒന്നിച്ചിട്ട്. ലെറ്റ് മീ സീ ഹൗ സ്മാർട്ട് യു പീപ്പിൾ ആർ. അങ്ങനല്ല, 1 to 1 ഏതിനേക്കാ മാച്ച് ചെയ്തത് അതുപോലെ. വെരി ഗുഡ്. ഇതാണ് മിടുക്കി കുട്ടി, മംഗലാപുരത്ത് നിന്ന് വന്ന മിടുക്കി കുട്ടി. 2 to 9 ആണോ 2 to
ഓ ഇങ്ങനെ തല തിരിച്ചു അല്ലേ? 9 to 2 എന്നെല്ലാം കൊടുത്തു. ഓക്കെ ഓക്കെ. 1 to 6. ഓക്കെ. 2 to ഇനിയും വരട്ടെ. ഈ ആൻസേഴ്സില് നിങ്ങളൊന്ന് ചാറ്റ് ബോക്സിലേക്ക് കോപ്പി ചെയ്തിട്ടിടുവോ? സോറി, ചാറ്റ് ബോക്സിലുള്ള ആൻസേഴ്സ് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഒന്ന് കോപ്പി ചെയ്തിട്ട് ആരെങ്കിലും ഇടുവോ? ഹുദ മോളെ, അവിടെ ഗ്രൂപ്പിലുണ്ടെങ്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്തോളൂ. ഇതേപോലെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പേസ്റ്റ് ചെയ്തോളൂ പ്ലീസ്. We will check the answers later on. എടുത്തോ ഹുദ? ഹുദയോ ഷാരിയോ ആ ഗ്രൂപ്പില് CBD പാക്കേജിൽ ആരാണോ ഉള്ളത് അവരൊന്ന് ഇത് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്തോളൂ. ഓക്കെ, shall I move on? നെക്സ്റ്റിലേക്ക് പോട്ടെ. Thank you dears. Thank you so much for participating in this. ഇതാണ് ഞാൻ വീണ്ടും ഇതിലേക്ക് വന്നിരിക്കുകയാണ്. കുട്ടികളുമായിട്ട് കണ്ടോ ആ ലെവലിലേക്ക് പോകണം. മക്കളുമായിട്ട് സംസാരിക്കാന്ന് വെച്ചാൽ ഏറ്റവും നല്ലൊരു സംഭവമാണ്. ഈ ചെറിയ കുട്ടികളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുന്ന സമയത്ത് they will not know what we are doing. അവരോട് ഗെയിം കളിക്കുന്നു, അവരോട് കഥ പറയുന്നു, അവരോട് സംസാരിക്കുന്നു. അതിന്റെ ഇടയിലെ കൂടി വേണം നമുക്ക് ഇൻഫർമേഷൻ എടുക്കാൻ. ഞാനൊരു കഥ പറയാം. ഒരു കുട്ടി കണ്ടിന്യൂസ് ആയിട്ട് ഡ്രോ ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഓരോ സെഷനും ഒരു 3 പ്രാവശ്യം ഡ്രോ ചെയ്യിപ്പിച്ചു. 3 പ്രാവശ്യം കുട്ടിയുടെ പ്രൈവറ്റ് പാർട്ടിന്റെ അടുത്ത് കുട്ടി ചിത്രം വരച്ച സമയത്ത് കുറച്ച് ഇങ്ങനെ സ്ക്രാച്ചസ് വരച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് മേഡ് മീ ടു തിങ്ക് ഷി വാസ് സ്പീക്കിംഗ് ടു മീ വിത്തൗട്ട് ഹെർ നോളജ്. ഓക്കെ, അങ്ങനെ ഡീപ്പ് ഇൻസൈഡ് പിന്നെ തെറാപ്പിയിലൂടെ നമുക്ക് എടുക്കാൻ പറ്റി. She has been molested by her own family members. ഇതിന് ജപ്പാനും കൊറിയനൊന്നും ആരും വരൂലല്ലോ. ആ സംഭവം ആർട്ട് തെറാപ്പിയിലൂടെ വളരെ മനോഹരമായിട്ട് കണ്ടെത്താൻ പറ്റി. അപ്പൊ കുട്ടികൾക്ക് പ്രത്യേകിച്ചിട്ട് ഇതുപോലത്തെ ദാരുണമായ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് CBTന്റെ കൂടെ നിങ്ങൾ പിന്നീട് ആർട്ട് തെറാപ്പി ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ വി ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ദേ ആർ ഗോയിങ് ത്രൂ. അല്ലാതെ കൊച്ചുമക്കള് പെട്ടെന്ന് ഓപ്പൺ അപ്പ് ചെയ്യാൻ അവർ ട്രസ്റ്റ് ചെയ്യില്ല. അതേപോലെ തന്നെ എൽഡേഴ്സ് ആയാലും ഒരുപാട് പ്രാവശ്യം അവരുടെ ട്രസ്റ്റ് ബ്രേക്ക് ആയിട്ടുണ്ട് എങ്കിൽ അവരുടെ നിഴലിനെ പോലും വിശ്വസിക്കില്ല, ഓപ്പൺ അപ്പ് ആവില്ല. അപ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? അവർ പറയുന്നതൊന്നായിരിക്കും, അവരുടെ ഉള്ളിലത്തെ പ്രോബ്ലം മറ്റൊന്നായിരിക്കും. സോ ഇൻ ഓർഡർ ടു ഫൈൻഡ് ഇറ്റ് ഔട്ട് വി ക്യാൻ അപ്ലൈ ഡിഫറെന്റ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആൻഡ് ഡിഗ് ഇൻ ടു ഇറ്റ്. അതിൻ്റെ അകത്ത് കയറിയിട്ട് പ്രോബ്ലത്തെ കണ്ടെത്തിയിട്ട് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും. അത്രയും ആത്മാർത്ഥത ഒരു കൗൺസിലർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ, ഒരു തെറാപ്പിസ്റ്റിന് അത്രയും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്യൂട്ടിഫുൾ റിസൾട്ട്. എന്താ എൻഡ് ഓഫ് ദി ഡേ? ഒരു സർജറി ഇഞ്ചക്ഷൻ വെക്കാതെയും ഒരു എന്താ പറയണ്ടേ അനസ്തീഷ്യ കൊടുക്കാണ്ടെയും നമ്മൾ എന്താ ചെയ്യുന്നത്? ആ ബ്രെയിനിന്റെ അകത്തേക്ക് പോയിട്ട്, ആ മനസ്സിന്റെ അകത്തേക്ക് പോയിട്ട്, ആ മൈൻഡിന്റെ അകത്തേക്ക് പോയിട്ട് അവരെ സൊല്യൂഷനിലേക്ക് എത്തിച്ചിട്ട് അവരുടെ പ്രോബ്ലത്തെ, വർഷങ്ങളായിട്ട് അവർ കൊണ്ടുപോകുന്ന ആ പ്രോബ്ലത്തെ ഹീൽ ചെയ്തിട്ട് അവരൊരു പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവിടുക ചെയ്യുന്നത്. സച്ച് ആ ബ്യൂട്ടിഫുൾ ഡിവൈനിറ്റി ഇറ്റ് ഈസ്. ഡിവൈനിറ്റി എന്ന് തന്നെ ഞാൻ പറയും. അത്രയും നല്ലൊരു ഡിവൈൻ പവറാണ് നമ്മളൊരു തെറാപ്പിസ്റ്റ് ആവുക എന്നുള്ളത്. അപ്പൊ അതിനെ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ അത്രയും ആത്മാർത്ഥമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ബ്യൂട്ടിഫുൾ റിസൾട്ട്സ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. എല്ലാവരെയും ജീവിതത്തിലേക്ക് തിരിച്ചു പിടിക്കാനും പറ്റും. They will lead their life happily then. Now, everyone draw a beautiful flower. ഇന്ന് വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും ഒന്ന് വേണ്ടേ? പൂ വരക്കുക, മനോഹരമായിട്ട് കളർ ചെയ്യുക. In each of the petals with love and affection, write words, positive word about yourself. മനോഹരമായിട്ട് വരച്ചിട്ട് എല്ലാവരും ഇന്ന് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണേ. ഇത് വരച്ചതിന്റെ ശേഷം നമ്മുടെ CBT പാക്കേജിൽ
When you do it, no, you feel yourself. എന്നെ ഞാൻ ഫീൽ ചെയ്തിട്ടായിരിക്കണം അത് ഡ്രോ ചെയ്യേണ്ടത്. എന്നിലുള്ള കഴിവുകളെ കണ്ടെത്തിക്കൊണ്ടായിരിക്കണം ഞാൻ ഡ്രോ ചെയ്യേണ്ടത്. ഓരോ പെറ്റൽസിലും നിറയെ എഴുതാൻ മാത്രം ഉണ്ടെങ്കിൽ അത്രയും സന്തോഷം. ഇവിടുത്തെ വൈറ്റ് ബോർഡിലല്ല, നിങ്ങളെ ബുക്കിലാണ് വരക്കേണ്ടത്. അതാണോ വൈറ്റ് ബോർഡിൽ വരക്കുന്നത്? ഓക്കെ, എല്ലാരും വരച്ചോ? ഫോട്ടോ എടുത്തോ? ഗ്രൂപ്പിൽ ഇട്ടട്ടെ, നോക്കട്ടെ. ഐ വാണ്ടഡ് ടു സീ വാട്ട് യു ഹാവ് റിട്ടൺ. അതൊക്കെ മാറ്റേഴ്സ്. നിങ്ങൾ എന്ത് എഴുതിയിട്ടുണ്ട്, ഇറ്റ് ഈസ് സ്പീക്കിംഗ് അബൌട്ട് യുവർ സെൽഫ്. റെഡി? വൈറ്റ് ബോർഡിലല്ല, നിങ്ങളെ ബുക്കിലാണ് വരക്കേണ്ടത് ബീന. റെഡി? ക്ലിയർ ആണോ? ഷെൽ വി ഗെറ്റ് ഇൻ ടു നെക്സ്റ്റ് ലെവൽ? ഇത് ഡീപ്പായിട്ട് ഞാൻ പോകുന്നേ ഇല്ലേ, വളരെ സിമ്പിൾ ആയിട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. പക്ഷെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കില്ല, നമ്മൾ ഡീപ്പായിട്ട് പോകും. വി വിൽ ഡിഗ് എ ലോട്ട് ഓഫ് തിങ്സ്. സെൽഫ് ഹീലിംഗിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാനുണ്ടോ അതൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ചെയ്തിരിക്കും. ഓക്കെ, ഒരുപാട് ഇതുപോലെ ഒരുപാട് 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 വർക്ക്ഷീറ്റ്സും കാര്യങ്ങളും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും. തോട്ട് റെക്കോർഡ്സ്, ബിഹേവിയറൽ എക്സ്പീരിയൻസ്, കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ ഒരു ദിവസം ഇരുന്ന് പഠിക്കാനുള്ളതാണ്.
ഒരു മനുഷ്യൻ കോഗ്നിറ്റീവ് ഡിസ്ട്രോഷനിൽ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ജീവിക്കുന്നത്, എങ്ങനെയാണ് ചിന്തിക്കുന്നത്, എങ്ങനെയാണ് മറ്റുള്ളവരെ പരാക്രമിക്കുന്നത്, ഒക്കെ കോഗ്നിറ്റീവ് ഡിസ്ട്രോഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഒരാളെ എങ്ങനെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഓരോ സെഷൻസ് നമ്മൾ ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് മിനിമം 5 സെഷനെങ്കിലും വേണം. ചില ക്ലയൻസിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഡീപ്പ് റൂട്ടഡ് പ്രോബ്ലംസ് ആണ്, ഒരുപാട് പ്രോബ്ലംസിലൂടെ കടന്നുപോയ ആൾക്കാരാണ്. അല്ലെങ്കിൽ തോട്ട്സ് ഈ 5 സെഷൻ കൊടുത്തിട്ടും 100% അവർക്ക് തോട്ട്സ് കറക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ 5 to 20 തെറാപ്പി സെഷൻസ് മിനിമം വേണ്ടി വരും. ഓക്കെ, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രോബ്ലംസ് ആൻഡ് കണ്ടീഷൻ ഓഫ് ദി ഇൻഡിവിജ്വൽ. ഇവിടെ നമ്മളെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം ഇത് ഫോറിൻ കൺട്രീസിലൊക്കെ അവർ കൃത്യമായിട്ട് എടുക്കും കേട്ടോ. 20 തെറാപ്പീസ് എന്ന് പറഞ്ഞാൽ 20 തെറാപ്പീസിലൂടെ അവർ പുതിയ ജീവിതത്തിലേക്കാണ് വരുന്നത്. എല്ലാ അർത്ഥത്തിലും അവർ ഉഷാറായിട്ടാണ് വരുന്നത്. ഒരു ഡീപ്പ് സർജറി കഴിഞ്ഞു, സർജറിന്റെ ശേഷമുള്ള പോസ്റ്റ് ട്രീറ്റ്മെന്റും കഴിഞ്ഞു, ഒക്കെ കഴിഞ്ഞിട്ട് പുതിയൊരു ലൈഫിലേക്ക് വരികയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ചിട്ട് ദേ വിൽ ടേക്ക് 2 or 3 അല്ലെങ്കിൽ ഏറി വന്ന 5 എടുക്കും, പിന്നെ ബാക്കി കണ്ടിന്യൂ ചെയ്യൂല. ദേ വിൽ ഫീൽ ഐ ആം പെർഫെക്റ്റ്, ദിസ് ഇസ് ഇനഫ്. കാരണം ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് മറ്റൊരു പാർട്ട് ആയതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. ഐ ഡു കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ്. പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് തെറാപ്പിയിലൂടെ കംപ്ലീറ്റ് ആയിട്ട് പോയവർക്ക് നല്ല ബ്യൂട്ടിഫുൾ റിസൾട്ട്സ് അവരുടെ ലൈഫിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒന്നാണ്. 100% ഗ്യാരണ്ടീഡ് ആണ് ഇതൊക്കെ CBT-യിലൂടെ. ഓക്കെ, സോ കമ്മിങ് ടു ദ ഫീസ് പാർട്ട്, ഓരോ സെഷൻ 5,555 ആണ്, ടോട്ടലി 16,600. ഇതിന്റെ കോസ്റ്റ് ഇതൊന്നല്ല കേട്ടോ. കാരണം വാട്ട് യു ആർ ഗോയിങ് ടു ഗെറ്റ് ഇസ് യു ആർ ഗോയിങ് ടു ഗെറ്റ് ബണ്ടിൽ ഓഫ് വർക്ക്ഷീറ്റ്സ്, CBT എക്സസൈസ്, CBT വർക്ക് ബുക്ക്, CBT ബുക്സ് ഞാൻ തരുന്നതായിരിക്കും. സോക്രാറ്റിക് ക്വസ്റ്റ്യനിങ് സ്കിൽസ് അതിന്റെ വർക്ക്ഷീറ്റ്, ചൈൽഡ് ബിഹേവിയർ ചെക്ക് ലിസ്റ്റിന്റെ വർക്ക്ഷീറ്റ്, പിന്നെ ആങ്സൈറ്റി ചെക്കിംഗ് സ്കെയിൽ, CBT കാർഡ് ഡെക്ക്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എല്ലാം കൂടി ശരിക്കും പറയാം 10-35,000. ഞാൻ പഠിച്ചത് 50,000 രൂപ ചെലവാക്കിയിട്ടുള്ള ഇന്റർനാഷണൽ കോഴ്സ് ആയിരുന്നു. ഓക്കെ, അതിലൂടെ കിട്ടിയ സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ ഷെയർ ചെയ്യപ്പെടുന്നത്, അതായത് ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യപ്പെടുന്നത്. ബട്ട് വി ആർ ചാർജിങ് ഓൺലി 16,665. ബട്ട് ദർ ഇസ് എൻ ഓഫർ അഗെയിൻ. നമ്മൾ അഗെയിൻ ഒരു ഓഫർ തരികയാണ്. 20-ാം തീയതിന്റെ ഉള്ളിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 15,555, 15-ാം തീയതിന്റെ ഉള്ളിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 14,444, 7-ാം തീയതിന്റെ ഉള്ളിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 12,222. ആക്ച്വലി കഴിഞ്ഞ CBT സെഷൻ 1 ഞാൻ ഫ്രീ സെഷൻ കൊടുത്ത ദിവസം 2 ദിവസം കൊണ്ട് ജോയിൻ ചെയ്യുന്ന ആൾക്ക് 11,111 എന്നുള്ളൊരു ബ്യൂട്ടിഫുൾ ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറെ പേര് അതിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. നിങ്ങൾക്കുള്ള ഓഫർ ഇതാണ്. ഇനി മുന്നോട്ടുള്ള സ്റ്റുഡൻസിനൊക്കെ ഉള്ള ഓഫർ ഇതാണ്. ഗ്രാബ് ഇറ്റ്. 12,000 ഈസ് എ ബ്യൂട്ടിഫുൾ ഫീസ്. അത് വർത്ത് ആണ്. ശരിക്കും 16,000 തന്നെ ലെസ് ആണ്. 12,000 എന്ന് പറയുന്നത് വർത്ത് കോഴ്സ് ആണ്. ജോയിൻ ദിസ്, ഗ്രാബ് ഇറ്റ്, ഹാൻഡിൽ യുവർ സെൽഫ് ആൻഡ് ഹാൻഡിൽ അതേഴ്സ് ഇഫ് യു ആർ ക്വാളിഫൈഡ്. ആൻഡ് ഐ എം പ്രിറ്റി ഷുവർ യു ക്യാൻ മൾട്ടിപ്ലൈ യുവർ ഇൻകം. ഇപ്പൊ നിങ്ങൾ ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ നിങ്ങൾ എന്താണോ ജനറേറ്റ് ചെയ്യുന്നത് അതിന്റെ 3x നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ടോട്ടലി 5 സെഷൻ ആണ് ഈച്ച് ലെവലിലുള്ളത്. ഈച്ച് ഡേ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിറ്റുവേഷൻ ഹാൻഡ്ലിംഗ് ഉണ്ടാവും. കംപ്ലീറ്റ് പ്രോസസ് ഓറിയന്റഡ് വർക്ക്ഷോപ്പ് ആണ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യില്ല കേട്ടോ. ഞാൻ തിയറി അല്ല കൊടുക്കുന്നത്. കംപ്ലീറ്റ് പ്രാക്ടീസ് ഓറിയന്റഡ് ആണ്. നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് നമ്മളെ കറക്റ്റ് ചെയ്യുക. ഞാൻ തന്നെ ശില്പി, ഞാൻ തന്നെ ശില, ഞാൻ തന്നെ ശില്പം. ഞാൻ എന്ന ശില്പത്തെ ഞാൻ തന്നെ ഈ വർക്ക്ഷീറ്റിലൂടെ കടന്നുപോയി, CBT-യിലൂടെ കടന്നുപോയി ഞാൻ ചെത്തി മിനുക്കി സുന്ദരിയാക്കിയിട്ട് സുന്ദരനാക്കിയിട്ട് എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു CBT ജേർണിയിലൂടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സൃഷ്ടാവ് അനുഗ്രഹിക്കട്ടെ. You will know how to handle your cases in more productive and professional way after attending these sessions. That is my guarantee. Adaptive measures ആയിരിക്കും. So this is what I wanted to share you all. Any doubts, please let me know. Any doubts? Shall I stop the recording, dears? Thank you so much for coming and joining this course, this free session. നിങ്ങളുടെ ഈ presence has motivated me a lot. Do join this course and പറ്റുമെങ്കിൽ ഈ ഓഫർ തന്നെ യൂട്ടിലൈസ് ചെയ്യുക. പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നമുക്ക് നല്ലൊരു ജേർണി പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച് once again and good night.